ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ജന്മാഷ്ടമി. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സൊന്നും ഉണ്ടായില്ല. അപ്പോൾ പുറത്ത് ചെറിയൊരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിപാടിക്ക് പോകണം. പക്ഷെ മഴയാണെങ്കിൽ പോകാൻ പറ്റില്ല, എന്താണെന്ന് അറിയില്ല. ചെറുതായിട്ട് മഴയുണ്ട്, പക്ഷേ ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി റെഡി ആയിട്ടൊക്കെ വേണം, ഞാൻ കുളിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകളാണ്. അപ്പം നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പം ഞാനുണ്ട്, അമ്മയുണ്ട്, അപ്പുണ്ട്, കാശിയുമുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി നടന്നു പോവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ടുണ്ട്. അമ്മക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൂനെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രത്യേകം കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ അമ്പലം, ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. ഞങ്ങളവിടെ അടുത്ത് ഇപ്പം അവിടെ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു കുഞ്ഞാനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേക്കും ഈ ഘോഷയാത്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ വീഡിയോയിൽ മിസ്സായി. അപ്പോൾ രാത്രിയായിട്ടോ. അപ്പോൾ അവർ വരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ കുറേ കുഞ്ഞി കൃഷ്ണൻ, കുഞ്ഞി രാധയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മറ്റേ കൊടന്തലിൻ്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. കൂടെ അത്യാവശ്യം കുറേ ആളുകളുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഈ കുടന്തലൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇത് തല്ലി ഇത് പൊട്ടിയതിന് ശേഷം അതിനകത്തുനിന്ന് മിഠായി കിട്ടും. ആ മിഠായി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ചുറ്റുമുള്ള പിള്ളേർ കംപ്ലീറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുടന്തലിൻ്റെ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കുടം എന്ന് പറയുന്നത് നല്ല പൊക്കത്തിലാണ്, ഇങ്ങനെ താഴേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിക്കാനായിട്ട് ഇങ്ങനെ കുറേ പേരിങ്ങനെ റെഡിയായി താഴെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ സൈഡിൽ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പവും കാശിയൊക്കെ അവിടെ നൈസായിട്ട് സൈഡിൽ പോയിരുന്നു. അവിടെ ആൽമരത്തുമ്മ തൂക്കി കളിക്കുകയാണ് ആ സമയത്തൊക്കെ. പിന്നെ ഇങ്ങനെ അത് കുറേ നേരം ഉണ്ടായിരുന്നു. അവസാനമാണ് അടിച്ചത്. പിന്നെ ഇപ്പം കുടത്തുമ്പോൾ പിടിച്ചടിക്കേണ്ടത് ഈ കുടം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത് താഴെ വീണ് കഴിയുമ്പോൾ അതിനകത്ത് മിഠായി ഉണ്ടാവും. മിഠായി എടുക്കാനാണ് ഇത് ഈ കാണുന്ന എല്ലാവരും അവിടെ നിന്നതും. അപ്പോൾ അത് പോയി എടുക്കുകയാണ്. ഞാൻ പോയി എടുത്തില്ല ഗൈസ്, ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത്ര ആളുകളുണ്ടായിരുന്നു. ഇനിയുണ്ട് സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. പിന്നെ അവിടെ നിറയെ വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ എന്താണ് കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ ഈ വിളക്കൊക്കെ കംപ്ലീറ്റ് കത്തി തീരാറായപ്പോഴാണ് നമ്മളിവിടെ ഒരു കുഞ്ഞ് കൃഷ്ണനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കുന്നില്ല, ഓടക്കുള്ളിലും കടിച്ചോണ്ടിരിക്കുക. ഇത് അവിടുത്തെ ഒരു കൃഷ്ണനും രാധയുമാണ് ഗൈസ്. അപ്പോൾ അവരെ വിളിച്ചെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതാണ് വിളക്കടിച്ച്. ഞങ്ങൾ പറഞ്ഞല്ലോ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വിളക്കൊക്കെ കത്തിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴും അവിടെ ആളുകളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടക്ക് എന്താണ് അവല് ഈ അമ്പലത്തിൽ പ്രസാദമായിട്ടൊരു സംഭവം കിട്ടില്ലേ, അതെല്ലാവർക്കും കൊടുത്തു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വേറെ വീഡിയോ എടുക്കണേന്ന്. അപ്പോൾ ഞാനാണ് ഗൈസ് ഇത് അവിടെ ചുറ്റും ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പം എല്ലാവരും ഡാൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. ഇങ്ങനെ ചുറ്റും വീഡിയോ എടുത്ത് നടക്കുന്നു ഗൈസ്. ചുമ്മാ ഒരു രസം. ഗൈസ്, അപ്പോൾ നമുക്കിനി ഡാൻസിലേക്ക് പോവാം ഗൈസ്. ഇതാണ് ഡാൻസ് കളിക്കുന്ന പിള്ളേർ. അപ്പോൾ നമുക്കെല്ലാം കാണാം.
ഭരതനാട്യ സൂത്രര ഉണ്ണിക്കണ്ണാവാ ശൃംഗാരക്കാർ വർണ്ണനണിഞ്ഞൊരുങ്ങി കൃഷ്ണ 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 അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ ഇവിടെ തീയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം. ഒരു ലൈക്കും കമൻ്റൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.